മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ പോയി സമ്പാദ്യം മുഴുവൻ എടുത്തു. എന്നിട്ട് പകുതി മാറ്റി വെച്ചു. പകുതി എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇത് പറയാനുള്ള കാരണം അബൂബക്കർ തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച ആരുണ്ട്? ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്താ യാ റസൂലല്ലാഹ്, നബിയെ എനിക്കിന്ന് നോമ്പാണ്. നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസം ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. എപ്പോഴാ ചോദിക്കണേ? സുബഹി കഴിഞ്ഞിട്ട്, അസ്ർ കഴിഞ്ഞിട്ടല്ല, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത, ഇന്ന് നോമ്പ് പിടിച്ച, ഇന്ന് രോഗസന്ദർശനം നടത്തിയ, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും മറുപടി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉറക്കപ്പറ, അബൂബക്കർ സിദ്ദീഖ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിക്ക് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പകല് പോലും ചെയ്യുന്നില്ല. സുബഹിക്ക് മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് രോഗസന്ദർശനം നടത്തി, സദഖ കൊടുത്തു. അപ്പൊ ഏത് കാര്യത്തിനും അബൂബക്കർ തങ്ങൾ മുമ്പിലാണ്. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് ഒരു വാശി, ഒരിക്കലെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഉമർ തങ്ങൾ തന്റെ സമ്പാദ്യത്തിന്റെ പകുതി മുഴുവൻ എടുത്ത് നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, ഇനി വീട്ടിൽ എന്തുണ്ട്? എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഇതാ നബിയെ. എന്നിട്ട് എല്ലാരും നബി തങ്ങളുടെ മുമ്പിൽ സദഖയുമായി വരുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, അബൂബക്കർ എവിടെ? അബൂബക്കർ എവിടെ? എന്താ കൊടുക്കുന്ന അറിയണം. അങ്ങനെ അവസാനം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അബൂബക്കർ തങ്ങളുടെ നബി തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ പൊതിയുമായി വന്നു. അബൂബക്കർ തങ്ങൾ വരുമ്പോൾ ഉമർ തങ്ങൾ അടുത്തു പോയി നിന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്തുണ്ട്? ഇനി വീട്ടിൽ എന്തുണ്ട്? അല്ലാഹും അവന്റെ റസൂലും, വേറെ ഒന്നുമില്ല നബിയെ. മുഴുവനും കൊണ്ടുവന്ന് കൊടുത്തു. ഇതൊരു മത്സരമാണോ? ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മത്സരിക്കേണ്ടത്. നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കണം. ഈ വഅദ് എല്ലാവരും കേൾക്കുന്നുണ്ട്. ആർക്കും എല്ലാ മൊബൈലിലും വഅദ. ഉറങ്ങുന്ന തന്നെ എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സിറാജ് ഉസ്താദെ, നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നേ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം ഈമാൻ തരുമാറാകട്ടെ. എന്താ പറയണേ? ഉസ്താദ്, നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വഅദ് കേട്ടാ ഉറക്കം വരുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഉസ്താദ്, നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ. ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും വഅദുണ്ട്. ഏതെങ്കിലും ഉസ്താദിന്റെ വഅദുണ്ട്. അതിനിടയിൽ 2 സിനിമയുമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും, ഇന്ന് നോക്കിക്കേ, TV ഒന്നും ഇപ്പൊ എവിടെ നോക്കിയാലും, ബസ്സാകട്ടെ ട്രെയിൻ ആകട്ടെ, ഒന്ന് കണ്ട അടുത്തിരിക്കുന്ന ആളെ പോലും അറിയില്ല. എല്ലാം മൊബൈലില്ല. ഇരുന്ന് സിനിമ കാണാം, സീരിയൽ കാണാം, കരയുന്നവരില്ലേ. ഞാനും സുൽഫി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ജനശതാബ്ദിയിൽ ഇങ്ങനെ യാത്ര പോകുമ്പോ ഞാൻ നോക്കുമ്പോ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ഒരു പെണ്ണിങ്ങനെ ആദ്യം എന്തൊക്കെയോ വലിയ ശബ്ദത്തിൽ ഫോൺ വിളിക്കുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെ, എന്തിനാ അല്ലാ ഫോൺ വിളിക്കണേ, പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെ ശബ്ദത്തിലൊക്കെ ഫോൺ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു, പടച്ചോനെ, ചിലപ്പോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ട് അതുകൊണ്ടായിരിക്കും ഇവര് കരയുന്നതെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഞാൻ നോക്കി എന്താന്ന് നോക്കുമ്പോ ഈ പെണ്ണ് സീരിയൽ കണ്ടിട്ടായിരുന്നു കരയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നന്മ പറയപ്പെട്ടാൽ ആ നന്മ ചെയ്യാൻ ധൃതി കാണിക്കണം. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചെണ്ണം പോയി. സുഖമല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട, പ്രയാസമില്ല. ഈ നന്മ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പോരാ, ഇൻഷാ അല്ലാഹ് ഒരു നന്മ പറഞ്ഞു തരട്ടെ. ചെയ്യുവോ? ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്.
ഇനി പൊക്കാത്തവര് നന്മ എന്താന്ന് കേട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഇപ്പൊ നന്മ എന്താന്ന് പറഞ്ഞില്ലല്ലോ, നന്മ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവകൾ അവിടുന്ന് നിവേദനം ചെയ്യുകയാ. അന്ന ഫാത്തിമത്തു ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് പടച്ചവനെ അലിയാർ തങ്ങൾ പറയുകയാണ്, പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അവിടുന്ന് ജീവിക്കുകയാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാ. പടച്ചവനെ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത കഷ്ടപ്പാടാ. അലിയാർ തങ്ങൾ ഗൾഫുകാരനല്ല, ഒരുപാട് സമ്പത്തുള്ളവനല്ല, പാവപ്പെട്ടവരാണ്. പടച്ചവനെ, അലിയാർ തങ്ങളുടെ ജോലി എന്തെന്നറിയോ? ആദ്യമൊക്കെ പടച്ചവനെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകമുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ. പടച്ചവനെ, അലിയാർ തങ്ങള് അവസാനമല്ല വീട്ടില് മാവ് കുഴയ്ക്കുകയാണ്. മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി പടച്ചവനെ മാവ് പൊടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം. വല്ലാത്ത ജോലിയാ പെങ്ങള്, വല്ലാത്ത കഷ്ടപ്പാടാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം. അതാ വീട്ടിൽ ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണി കഴുകുന്നതിനും വീട് തൂക്കുന്നതിനും സങ്കടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ, നീ പഠിക്കണം. നീ അറിഞ്ഞിരിക്കേണ്ട ചില നന്മകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആരാ ഫാത്തിമ എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നാളെ സ്വർഗ്ഗത്തിന്റെ റാണികള്, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര് 4 പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങൾ അല്ലാഹു അർബഅമിന് നിബിതങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ നായികമാര് 4 പേരാണ്. ആ 4 പെണ്ണുങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാര്. ആ 4 പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണാണ് മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ആട്ടുകല്ല് കൊണ്ട് അരി പിടിച്ച് ആ അരി ഇങ്ങനെ പൊടിച്ചിട്ട് 2 കൈയും പൊട്ടിയിടിക്കുകയാണ്. നിങ്ങളെ, നീ ചിന്തിക്കും, ഉസ്താദേ, അത് എങ്ങനെ പൊട്ടാനാണ്? ഫാത്തിമയ്ക്ക് സമയമില്ലടോ, ഫാത്തിമയ്ക്ക് സമയമില്ല. നിന്നെ പോലെയല്ല ഫാത്തിമ. നീ പഠിക്കും, നീ എപ്പോഴും പറയും സമയമില്ല, സമയമില്ല. എന്റെ ജോലി എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. എങ്കിലും ഫാത്തിമ ബീവിയുടെ ജോലി എങ്ങനെയെന്നറിയുമോ? ഫാത്തിമയ്ക്ക് ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസം. ഫാത്തിമയുടെ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഈ 2 മക്കളെയും തൊട്ടിലിൽ കിടത്തിയിട്ട് കൈകൊണ്ടാട്ടാ സമയമില്ല, കൈകൊണ്ടാട്ടി ഉറക്കാ സമയമില്ല. ഫാത്തിമ എന്ത് ചെയ്യുമെന്നറിയോ? ആ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് അല്ലാഹുവേ, ഇങ്ങനെ മാവ് പൊടിക്കുമ്പോ കാലിൽ കയറ് കെട്ടിയിട്ട് കാലുകൊണ്ട് ആട്ടിയാട്ടിയാ മക്കളെ ഉറക്കിയിരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ ജീവിതമാണ് പറയുന്നത്. പടച്ചവനെ, മാവ് പൊടിച്ചു ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ വാപ്പാനെ കാണാൻ പോവുകയാണ്. അലിയാർ തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ പൊട്ടിയ കൈ കാണി കുടിച്ചിട്ട് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിബിതങ്ങളുടെ മകളതാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈ പൊട്ടി വല്ലാത്ത പ്രയാസമാ. സങ്കടത്തിലിരിക്കുന്ന ഫാത്തിമയെ കണ്ടപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, വീട്ടിൽ
ചെന്നിട്ട് വാപ്പയോട് പറ, ഒരടിമയെ തരാൻ. ഒരുപാട് അടിമകളുണ്ടല്ലോ, നീ ചോദിച്ചാ വാപ്പ നിനക്കൊരടിമയെ തന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ, നിനക്കൊരു സഹായമാകുമല്ലോ. അതുകൊണ്ട് നീ ചെന്നിട്ട് നബി തങ്ങളോട് ഒരടിമയെ ചോദിക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാൻ പോകുകയാ. നബി തങ്ങളെ തെരഞ്ഞു പോകുമ്പോ ഫാത്തിമ ചെല്ലുമ്പോ വാപ്പ വീട്ടിലില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടോ പോയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയൊന്ന് പറയണേ, ഒരടിമയെ തരാ പറയട്, ഒരടിമയെ തരാ പറയട്. ഫാത്തിമ സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞ് തിരിച്ചു വരികയാണ്. പടച്ചവനെ, നബി തങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ താമസിക്കുകയാ. ഒരുപാട് താമസിച്ചാണ് നബി തങ്ങൾ വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഫാത്തിമ വന്നിരുന്നു നബിയേ. ഫാത്തിമയുടെ അവസ്ഥ വല്ലാത്ത സങ്കടമാണ്. പൊന്നുമോള് കൈപൊട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ജോലി ചെയ്ത് അതാ കല്ല് പിടിച്ച് കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എനിക്ക് സഹിച്ചില്ല നബിയേ, ഫാത്തിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ ആ രാത്രിയിൽ തന്നെ പോയടോ. പൊന്നുമോളുടെ സങ്കടമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് രാത്രി അവിടെ നിന്ന് വിളിക്കുകയാ. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വാതിൽ തുറന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോ അലിയാരി തങ്ങൾ കിടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കലിയേ, ആ ഇരിക്കുന്ന വിരിപ്പിൽ തന്നെ ഇരിക്കലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചടുത്തിരുത്തി. എന്നിട്ടും ഭാര്യയും ഭർത്താവിനോടും പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ കടപ്പുറത്ത് വാളുകൾ കാമെന്ന വാപ്പമാരെ, ഒരു വാപ്പ എങ്ങനെയാകണമെന്ന് പഠിക്ക്. പെൺമക്കളുള്ള ഉപ്പമാര് പഠിക്കേണ്ടതാണ്. മകൾക്ക് ഭർത്താവിന്റെ വീട്ടിലെ പല പ്രയാസങ്ങളും കാണും. കഷ്ടപ്പാടിന്റെ കഥ പറയും. നിന്റെ മരുമകന് സമ്പന്നനാകണമെന്നില്ല, അവന് പാവപ്പെട്ടവനാകാ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ മക്കള് വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ്, അവർക്ക് പക്വത കുറവാണ്. അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു വാപ്പയാകണം ഉപ്പാ. ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ് മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, പൊന്നാര മകളായ ഫാത്തിമ, നിനക്കല്ല തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം ഫാത്തിമ. ഭർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? പെങ്ങളെ, എന്നെ അടുക്കളയിൽ പൂട്ടിക്കിട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ, നിനക്കറിയുവോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. ഇട്ടിരിക്കുന്ന മാക്സിയിലൂടെ, ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങളെ,
നിനക്കറിയുവോ അതിന്റെ പ്രതിഫലം എന്താണെന്ന്? ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്നറിയുവോ? ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്ത് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകത്തിൽ നിന്ന് രക്ഷയാ ഉമ്മ. നീ നിന്റെ ഭർത്താവിന്റെ തുണി കഴുകി കൊടുക്കൂ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കൂ, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കൂ. നിന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന പെങ്ങള് ജിഹാദിന്റെ കൂലിയാ മോളെ. 2 വയസ്സുവരെ നിന്റെ ആരോഗ്യം പരിഗണിക്കാതെ നിന്റെ മക്കൾക്ക് നീ പാല് കൊടുത്താ സയ്യിദാ ജിഹാദിന്റെ കൂലി അല്ലാഹു തരും പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കൂ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കടോ. കണ്ടവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, കണ്ടവന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. എങ്കിലും വാഴ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ? പെങ്ങളെ നിനക്കും മടിയാ മോളെ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ നിനക്കും മടിയാ. എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ ചിരിക്കണം പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കലല്ല, കളിയാക്കലല്ല. ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ഭർത്താവ് അതാ ജോലി കഴിഞ്ഞ് കടലിൽ പോയി മീൻ പിടിച്ച് വിയർത്തൊലിച്ച് വൈകുന്നേര സമയത്ത് ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ കാത്തു നിന്നിട്ട് വീട്ടിലേക്ക് ക്ഷീണിച്ച് കടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ചുമലിൽ കിടക്കുന്ന നിന്റെ തലയിൽ കിടക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തടമൊന്ന് തുടച്ചു കൊടുക്ക്. പെങ്ങളെ, ഇതിനാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല കൈ പിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ വീട്ടിൽ വന്ന് അടിമയെ ചോദിച്ചല്ലോ, എങ്കിൽ അതിനെക്കാളും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ? അലിയാര് ഞങ്ങൾ അടുത്തിരിക്കുന്നുണ്ട്. പറഞ്ഞതാ വാപ്പാ, പറഞ്ഞതാ വാപ്പാ. വീട്ടുജോലിയില് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ, ഒരടിമയെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ ഫാത്തിമ? അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു താ വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറ ഫാത്തിമ. അത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് നബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ വിരിപ്പിൽ പിരിച്ചിരുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ മുടക്കിയിട്ടില്ല സഹാബ. മരിക്കുന്ന കാലം വരെ അലിയാര് ഞങ്ങളത് മുടക്കിയിട്ടില്ല, ഫാത്തിമ ബീവി അത് മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് നീ പറ, ഇത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നില്ല, ഇനിയാ ഇപ്പൊ ഉറങ്ങാൻ നേരത്ത് പറയാ. ഉസ്താദ് നിസ്കരിച്ചിട്ട് പോലും ഞാനിത് പറയാറില്ല. ഇനിയാ ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ അള്ളാഹുവെ 2 ചെവിയിലും ഹെഡ്സെറ്റ് കയറ്റി വെച്ച് പടം കണ്ട് അങ്ങനെ ഉറങ്ങും. പാട്ട് കേട്ട് ഉറങ്ങും. യൂട്യൂബിലും ഫേസ്ബുക്കിലും കേറി ഇരുന്ന് കുത്തി ഉറങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക പറന്ന കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കാര്യം ഓർത്തോ, നീ സിനിമ കണ്ടുകൊണ്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ, സിനിമ അവസാനമായിട്ട് നീ കണ്ടത് നിനക്ക് ഉപകാരമുള്ളൂ. നീ ചിന്തിക്കണം. ഒരാള് സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോഴും ആ രംഗത്തിലാ വരുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നന്മ ചെയ്തുകൊണ്ട് വേണം മരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എന്ത് പറയണം? 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു നന്മ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വന്തം മകൾ പോയിട്ട് നിബിധങ്ങളോട് പരാതി പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ എന്താവില്ലേ? 2 മക്കളെ കാലിൽ കയറ് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ആട്ടാൻ സമയമില്ല, കാരണം അരി പിടിക്കണം. അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു.